നമുക്ക് സ്റ്റുഡിയോയിലെ കളക്ഷൻസ് നോക്കിയിട്ട് വന്നാലോ? അപ്പോൾ ഞാൻ ഒരുപാട് നാളായി സ്റ്റുഡിയോയിൽ പോയിട്ട്. അപ്പോൾ ഇന്ന് ഒബ്രോണിന്റെ ഓപ്പോസിറ്റുള്ള പ്രസ്റ്റീജ് മാളിലുള്ള സ്റ്റുഡിയോയിലാട്ടോ വന്നിരിക്കുന്നത്. വീക്ക് ഡേയ്സ് ആണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മാനിക്യൂനിൽ നിന്ന് തുടങ്ങാം ട്ടോ. ഒരു 899ന്റെ ഫ്രോക്കാണ് ഫസ്റ്റ് തന്നെ അവരിട്ടിരുന്നത്. അത്യാവശ്യം മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ഫ്രോക്കായിരുന്നു ട്ടോ. ഷിഫോൺ മെറ്റീരിയൽ പോലെയാണ് വരുന്നത്. രണ്ടാമത് വരുന്നത് ഈ ഒരു നീ ലെങ്ത് വരുന്ന ഫ്രോക്കാണ്. ഇതിന്റെയും റേറ്റ് വരുന്നത് 899 ആട്ടോ. ലൈറ്റ് പീച്ച് കളറിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഗോൾഡൻ വർക്കാണ് വരുന്നത്. ക്ലോസ് അപ്പ് വ്യൂ വരുന്ന ഇതാണ് കേട്ടോ. ഒരു വി നെക്കാണ് വരുന്നത്. കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ. പിന്നെ 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിന്റെ അറ്റത്ത് ഇലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഷേപ്പ് ആയിട്ടിരിക്കാൻ വേണ്ടി അവിടെയും ഇലാസ്റ്റിക് അവൈലബിൾ ആണ് കേട്ടോ. മൂന്നാമത്തെ മാനിക്യൂറിൽ ഇതുപോലെ ഷ്രഗും ക്രോപ്പ് ടോപ്പും പലാസോയുടെയും ഒരു സെറ്റ് ആയിരുന്നു അവർ ഇട്ടിരുന്നത്. ഇതാണ് കേട്ടോ ഷ്രഗ് വരുന്നത്. ഇലാസ്റ്റിക് ആണ് നമ്മുടെ സ്ലീവ്സിന്റെ അറ്റത്ത് വരുന്നത്. ആദ്യം കണ്ട ആ ഒരു ഫ്രോക്കിന്റെ ടൈപ്പ് പോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ഷ്രഗ് ആണ് കേട്ടോ. ലോങ് ഷ്രഗ് ആണ് വരുന്നത്. 599 ആണ് കേട്ടോ അതിന്റെ റേറ്റ്. പലാസോ വരുന്ന ഇതായിരുന്നു. ഇതും സെയിം ആ ഒരു തീമിൽ തന്നെ ഒരു ഷിഫോൺ മെറ്റീരിയൽ പോലെ വരുന്നതാണ്. പക്ഷെ അത്യാവശ്യം നല്ല വിരിവുള്ള പലാസോ ആയിരുന്നു കേട്ടോ. പലാസോയുടെ റേറ്റ് വരുന്നത് 799 ആണ്. ഇത്തവണത്തെ സ്റ്റുഡിയോയിലെ മിക്ക ഡ്രസ്സസും വരുന്നത് ഈ ബ്ലാക്കിനകത്ത് മൾട്ടി കളർ ആ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ആ സെയിം കളർ തീമിൽ തന്നെ വരുന്ന ഒരു 899ന്റെ ഒരു ഫ്രോക്കാണ് ഈ വരുന്നത്. ഇത് പക്ഷെ ഫുൾ നെറ്റ് ആയിരിക്കും കേട്ടോ. നെറ്റിലാണ് ഡിസൈൻ ഫുൾ വരുന്നത്. ഡാർക്ക് ബ്ലാക്ക് ലൈനിങ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണ് പെട്ടെന്ന് ഉടക്കിയ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഡ്രസ്സല്ല, ശരിക്കും ഇതൊരു കുർത്തിയാണ്. നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ഒരു ത്രെഡ് വർക്കും ചെറിയൊരു മിറർ വർക്കൊക്കെ വരുന്നുണ്ട്. 3/4 സ്ലീവ്സ് ആണ് കേട്ടോ വരുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്. പക്ഷെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. 799 ആണ് കേട്ടോ. പിന്നെ വരുന്ന ഒരു നീ ലെങ്ത് ഫ്രോക്കാണിത്. 699 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. വി നെക്കാണ് വരുന്നത്. നെക്ക് കുറച്ച് വൈഡ് ആണ് കേട്ടോ ഫ്രണ്ടിലത്തെ. പക്ഷെ ബാക്കിലത്തെ നെക്ക് കുറച്ച് കയറി തന്നെയാണ്. അതുപോലെ തന്നെ ഹിപ്പിൽ നമുക്ക് ഇലാസ്റ്റിക് അവൈലബിൾ ആണ്. എഗെയിൻ വീണ്ടും വരുന്ന ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന നീ ലെങ്ത് ഫ്രോക്കാണ് ഇത്. ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല വിരിവുണ്ട്. ഈ തവണത്തെ മിക്ക ഡ്രസ്സിന്റെയും ഫ്രണ്ടിലത്തെ കഴുത്ത് കുറച്ച് വൈഡ് ആണ് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്ന ഇതാണ്. ഇലാസ്റ്റിക് ആണ് വരുന്നത്. അതുപോലെ തന്നെ നോർമൽ 3/4 സ്ലീവ്സ് തന്നെയാണ് കേട്ടോ. 699 ആണ് കേട്ടോ ഈ ഫ്രോക്കിന്റെ റേറ്റ് വരുന്നത്. സെയിം പാറ്റേണിൽ വരുന്ന വേറൊരു 699ന്റെ നീ ലെങ്ത് ഫ്രോക്കാണ് ഇത് ഈ വരുന്നത്. ഇത് കുറച്ച് മൾട്ടി കളറാണ്. സ്ലീവ്സ് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനൊരു ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. ബാക്കി സെയിം പാറ്റേൺ ആണ് കേട്ടോ. ബാക്കിൽ ഇതേപോലെ ഇലാസ്റ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പം സൈസ് നല്ല നമുക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ അഗെയിൻ 699 ഒരു നീ ലെങ്ത് ഫ്രോക്കാണ്. ഇതും അത്യാവശ്യം വി നെക്കാണ് വരുന്നത്. കുറച്ച് വൈഡ് ആണ് കേട്ടോ ഫ്രണ്ടിലത്തെ നെക്ക്. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണത്തെ മിക്കതും വി നെക്കാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് വൈഡ് ആണ്. ബാക്കിൽ പക്ഷേ നമുക്ക് നല്ല കേറിയ നെക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒന്ന് ഇടാം, അത്ര തന്നെ. പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റ് പീച്ച് കളറാണ്. അതിനകത്ത് ആ വർക്കാണ് എടുത്തു പറയേണ്ടത്. ഒരു ഗോൾഡൻ വർക്ക് വരും. ആ സെയിം വർക്ക് നമുക്ക് സ്ലീവ്സിലും അവൈലബിൾ ആണ് കേട്ടോ. കുറച്ച് റിച്ച് ലുക്കാണ്. ജീൻസിനോടൊക്കെ ഇടാൻ പറ്റിയ ഒരു വർക്കുള്ള അത്യാവശ്യം നല്ല ഡ്രസ്സാണ് കേട്ടോ. 899 ആണ് അതിന്റെ റേറ്റ് വരുന്നത്. 899 വരുന്ന ഒരു വൈറ്റ് ടോപ്പാണ് കേട്ടോ ഇത്. ഇതിന്റെ യോ പോർഷൻ ഫുള്ള് ഒരു മൾട്ടി കളർ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വി നെക്കാണ് കേട്ടോ വരുന്നത്. സെയിം വർക്ക് തന്നെ നമ്മുടെ സ്ലീവ്സിന്റെ ഹാഫ് പോർഷനിലും അവൈലബിൾ ആണ്. പിന്നെ ടോപ്പ് ഫുള്ള് ഒരു സിൽവർ ലൈൻസും വരുന്നുണ്ട്. സ്ലീവ്സിന്റെ അറ്റത്ത് ഇലാസ്റ്റിക് അവൈലബിൾ ആണ് കേട്ടോ. എഗെയിൻ 899 വരുന്ന ഒരു ഫ്രോക്കാണിത്. ഇത് ശരിക്കും എന്താണ് കുറച്ച് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് തന്നെയാണ് വരുന്നത്. സ്ലീവ്സ് ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിന്റെ താഴെ കാണാൻ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അതായത് മറ്റേ ട്രയാങ്കിൾ പോലെയാണ് കിടക്കുന്നത്. സൈഡിൽ രണ്ടും നല്ല ലെങ്ത് ഉണ്ടാവും. സെൻട്രൽ പോർഷൻ നമുക്ക് ഇച്ചിരി കയറിയതായിരിക്കും കേട്ടോ. ഇതിൽ ഗോൾഡൻ ലൈൻസ് അവൈലബിൾ ആണ്. പിന്നെ ലോങ് ഫ്രോക്കിന്റെ സെക്ഷനിൽ പോകുമ്പോൾ ഈ ഒരു സ്ലീവ്ലെസ് ഫ്രോക്ക് ആണ് കേട്ടോ. ഇത് താഴേക്ക് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഫുൾ ഫ്ലവറിന്റെ ഒരു ഡിസൈൻ ആയിട്ട് വരുന്നത്. ചെസ്റ്റ് പോർഷൻ ഫുള്ളും ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് നല്ല ഷേപ്പ് ആയിട്ട് കിടക്കും. 899 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. നല്ല മൾട്ടി കളർ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സെയിം പാറ്റേണിൽ വരുന്ന വേറൊരു സ്ലീവ്ലെസ് ഫ്രോക്കാണിത്. പക്ഷെ ഇത് കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. റയോൺ മെറ്റീരിയൽ ആണ്. വൈറ്റിനകത്ത് ഗ്രീൻ, ഓറഞ്ച്, ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഇത് ഫുൾ ലെങ്ത് ഫ്രോക്കാണ് കേട്ടോ. ആ സെയിം പാറ്റേണിൽ വരുന്ന 899 തന്നെ മറ്റൊരു ഫ്രോക്കാണിത്. ഈ ഫ്രോക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വൈറ്റിനകത്ത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിന്റെ മിക്സ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സ്ലീവ്ലെസ് ആണ് കേട്ടോ ഈ ഫ്രോക്കും. പിന്നെ 699 തന്നെ ഒരു നീ ലെങ്ത് ഫ്രോക്കാണ് ഈ വരുന്നത്. ഇത് ഒരു പിസ്ത ഗ്രീൻ അല്ല, ഡാർക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. വി നെക്കാണ് കേട്ടോ ഫ്രണ്ടിൽ. ബാക്ക് നെക്ക് നോർമൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ.
അഗെയിൻ പിന്നെ 699ൻ്റെ ഒരു മൾട്ടി കളർ നീ ലെങ്ത് ഫ്രോക്കാണ്. സ്ലീവ്സ് ഇലാസ്റ്റിക് ആണ് ട്ടോ വരുന്നത്. എല്ലാം മിക്ക ഡ്രസ്സ് ഇത്തവണ വി നെക്കായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രോക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ട്ടോ. ഇതും വി നെക്കാണ്, പക്ഷേ ഇതിൻ്റെ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. ഒരു ബ്ലാക്കിനകത്ത് യെല്ലോ, ഓറഞ്ച് അങ്ങനെ കുറച്ച് മൾട്ടി കളർ ആയിട്ടുള്ള നല്ല ഭംഗിയായിരുന്നു. ഇലാസ്റ്റിക് ആണ് ട്ടോ ഈ തവണ മിക്ക സ്ലീവ്സിൻ്റെ അറ്റത്ത് വരുന്നത്. ഇത്തവണ നോർമൽ കുർത്തീസിനും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 299 ഒക്കെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിരുന്നു. ലൈനിങ് ഇല്ലെങ്കിലും ഇവരുടെ ക്വാളിറ്റി, മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ അലക്കിയാലും ചുരുങ്ങുന്ന ടൈപ്പോ അല്ലെങ്കിൽ കളർ പോകുന്ന ടൈപ്പൊന്നുമല്ല. ഡെയിലി വെയർ അല്ലെങ്കിൽ ഓഫീസ് കോളേജ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റിയ അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് കുർത്തീസ് അവൈലബിൾ ആണ്. 299ൻ്റെയും 499നും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 499ൻ്റെ കളക്ഷൻസ് ആണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ നല്ല ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് കളർ ചേഞ്ചസിനും അവൈലബിൾ ആയിരുന്നു. പിന്നെ വീക്കെൻഡ്സിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സൈസസ് അവൈലബിൾ ആയിരിക്കും. ഞാൻ വീക്ക് ഡേയിൽ പോയതുകൊണ്ട് തന്നെ എം ഒക്കെ മിക്കതും തീർന്നായിരുന്നു കേട്ടോ. പിന്നെ വെസ്റ്റേൺ കളക്ഷൻസ് നോക്കുവാണെങ്കിൽ ടാങ്ക് ടോപ്പും ക്രോപ്പ് ടോപ്പൊക്കെ ഇഷ്ടം എല്ലാ തവണ ഉള്ളതുപോലെ തന്നെയായിരുന്നു. പിന്നെ 799 സ്വെറ്റർ ടീഷർട്ടിൻ്റെ കളക്ഷൻസ് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഈ ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൾട്ടി കളർ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും മൂന്നാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വെറ്റർ ടീഷർട്ടിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നൊരു കളക്ഷനാണ് ഇത് മറ്റേ മെറ്റീരിയൽ ഹോളായിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയത്തില്ല. ഇതിൻ്റെ സ്ലീവ്സിന് ഇത്രയും നീളം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ടീഷർട്ട് വരുന്ന ഒരു ക്രോപ്പ് മോഡൽ കണ്ടോ. സ്ലീവ്സ് ഇങ്ങനെ അറ്റം വരെ ഉണ്ടായിരുന്നു. ഇതിന്റെ കളർ ചേഞ്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിസ്ത ഗ്രീന്, ലാവൻഡർ, പിന്നെ ഒരു പീച്ച് കളർ. ഈ 3 കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. സെയിം ആ മെറ്റീരിയൽ തന്നെ, പക്ഷെ കുറച്ചും കൂടി ബോർഡ് നെക്ക് ആയിട്ടുള്ള സ്വെറ്റർ ടീഷർട്ടാണ് കേട്ടോ ഈ വരുന്നത്. ഇതിന്റെ പക്ഷേ സ്ലീവ്സിന് വലിയ ലെങ്ത് ഒന്നുമില്ല. ഇതിന് 2 കളർ ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പീച്ച് കളറും പിന്നെ ഒരു വൈറ്റ് കളർ കേട്ടോ. പിന്നെ നോർമൽ സ്വെറ്റർ ടീഷർട്ടും അവൈലബിൾ ആയിരുന്നു. ഇത് ഹിപ്പ് സൈസിങ്, ചെറിയ ഹിപ്പിൽ ഇങ്ങനെ വരും. സ്ലീവ്സ് ഇതായിരിക്കും കേട്ടോ. ഇതിനും 2 കളർ ചേഞ്ച് ആയിരുന്നു. വൈറ്റ് ആൻഡ് ഒരു പിസ്ത ഗ്രീൻ വരും കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ നൈറ്റ് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. ഫസ്റ്റ് തന്നെ കണ്ടത് ഈ ഒരെണ്ണമാണ്. പക്ഷേ എനിക്കിത് നൈറ്റ് ഡ്രസ്സ് ആയിട്ടല്ല, ഒരു കോട്ട് സെറ്റ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. പക്ഷെ സെപ്പറേറ്റ് എടുക്കണം കേട്ടോ. ഷർട്ട് വേറെ, പാൻറ് വേറെ അങ്ങനെ എടുക്കണം. പലാസോയ്ക്ക് 799നും ഷർട്ട് വരുന്നത് 599നും ആണ് കേട്ടോ. നൈറ്റ് ഡ്രസ്സിനും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇവരുടെ നൈറ്റ് ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ദേ പാൻറ്റും ടീഷർട്ടിനും കൂടി വരുന്നത് 599 ആട്ടോ. ഇത് തന്നെ നമുക്ക് ഷോർട്ട്സും ടീഷർട്ടായിട്ടും കിട്ടും. അതിന് എനിക്ക് തോന്നുന്നു 499 ആണെന്ന് തോന്നുന്നു. പിന്നെ വീക്കെൻഡിൽ വരുവാണെങ്കിൽ, ഫ്രൈഡേ സാറ്റർഡേ ആ ഒരു ടൈമിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സൈസസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇപ്പം എനിക്ക് ചെറിയ സൈസസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലും എക്സലൊക്കെ ആയിരുന്നു കൂടുതലും അവൈലബിൾ. പക്ഷേ ഇവരുടെ നൈറ്റ് ഡ്രസ്സ് 599 എന്തായാലും വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. പിന്നെ മേക്കപ്പ് സെക്ഷനിലേക്ക് വലിയ കാര്യമായിട്ട് പോയില്ല. കാരണം ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ളതുപോലത്തെ ലിപ്സ്റ്റിക്ക് എല്ലാം കോംബോസും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.